ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലമാണ്. അത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 16 തീയതി മുതൽ കന്നിമാസം 14 തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. ഇന്ന് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് വിഷയവും ചേർത്ത് കമൻറ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വേണ്ടി മറക്കാതിരിക്കുക. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് 5-ാമിടത്ത് സ്ഥിതി. അത് മകരം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ്. അതായത് ഏത് കാര്യത്തിനും എത്ര ദോഷമുണ്ടെങ്കിലും ഭാഗ്യം ഇല്ല എങ്കിലും ദൈവാധീനമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. അതായത് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ പോലും നമ്മൾക്ക് ദൈവാധീനമുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് അത് കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവരും. അതായത് ഓരോ അവസരത്തിലൊക്കെ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നടന്നു കിട്ടും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ശ്രേയസ്സും യശസ്സും വിജയങ്ങളും വന്നു ചേരുന്ന മാസം. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പ്രത്യേക ഐശ്വര്യവും ഒക്കെയുള്ള ഒരു മാസമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായി. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനും വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷകളൊക്കെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പൊതുവെ നല്ലതാണ്. ദൈവാധീനമുണ്ടല്ലോ രാശി. ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലും ഐശ്വര്യമുണ്ട്. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. എന്നിരുന്നാലും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് അതീവ ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഏതെങ്കിലും സഹായങ്ങളൊക്കെ ചോദിക്കുന്ന അവസരത്തിൽ വലിയ തുകയുടേതാണ് എങ്കിൽ അത് കൊടുത്താൽ ചിലപ്പോൾ തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്നതും വളരെ ശ്രദ്ധിക്കുക. ദീർഘനാളത്തെ കരാർ ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നവർ അത് പിന്നീടൊരു നിയമപ്രശ്നം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഭൂമി സംബന്ധമായ കടബാധ്യതയിലേക്ക് പോകുന്ന ഉടമ്പടികൾ ഈ സെപ്റ്റംബർ മാസം ചെയ്യുവാൻ പാടില്ല. ബാങ്ക് സംബന്ധമായിട്ടായാൽ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അധിക കടങ്ങൾ വീടിയെടുക്കാൻ ചില കാലതാമസമൊക്കെ വേണ്ടിവരും. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. അതായത് തൊഴിൽ സ്ഥാനം, മകരം രാശിക്ക് തൊഴിൽ സ്ഥാനമായിരിക്കുന്നത് തുലാം രാശിയാണ്. രാശിയുടെ അധിപൻ തൻ്റെ തന്നെ 12-ൽ നിൽക്കുകയും ആ രാശിയാധിപനെ അഭീഷ്ട ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ദൃഷ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനാൽ തൊഴിൽപരമായി സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് വിദേശം, അതായത് സപ്തസാഗരങ്ങൾ കടന്നു പോകണമെന്ന് തന്നെയില്ല. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് 100 കിലോമീറ്ററോ ഒക്കെ അപ്പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ മുതൽ അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ധാരാളമുണ്ടല്ലോ. അവർക്കൊക്കെ ഒരു തൊഴിൽ പുരോഗതിയോ സാമ്പത്തിക അഭിവൃദ്ധിയോ ഒക്കെ വന്നു ചേരാൻ യോഗമുള്ള ഒരു മാസമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന കാലമാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായങ്ങളൊക്കെ ലഭിക്കുകയും വിളകൾക്ക് നല്ല വില ലഭിക്കുകയും ചെയ്യുന്ന മാസം. വ്യാപാര വിപണന രംഗങ്ങളിൽ നിൽക്കുന്നവർ, കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് നല്ല ലാഭം കിട്ടുന്നതിന് യോഗമുണ്ട്. പ്രത്യേകിച്ച് വസ്ത്ര നിർമ്മാണവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് നൽകുന്നവർക്കും മറ്റ് ഫർണിച്ചറുകൾ
ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്കൽ സംബന്ധമായ ഉപകരണങ്ങളൊക്കെ വിൽക്കുന്നവർ, കടകൾ, അതിൻ്റെ വിതരണക്കാർ, നിർമ്മാതാക്കൾക്ക് ഒക്കെ നല്ല ലാഭം വന്നു ചേരുകയും നല്ല വ്യാപാരം നടക്കുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ആയാലും ജോലിക്ക് ഒരു പ്രൊമോഷൻ വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും സൂചനയുണ്ട്. അസമയത്തെ യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ഉല്ലാസയാത്ര ഒക്കെ പോകുന്നവർ ജലയാത്ര പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്, മറ്റ് ഇതര ജോലികൾ ചെയ്യുന്നവരും പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഒരു നല്ല പുരോഗതി വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് ചില പ്രണയഭംഗങ്ങൾ ഉണ്ടാകാം. വളരെ ശ്രദ്ധിക്കുക. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ അപകീർത്തികളോ ഒക്കെ വന്നു ചേരുവാനായിട്ട് സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ശനി, ഏഴര ശനി ഇനി ഏതാണ്ട് ഒരു വർഷത്തിൽ താഴെ, അതായത് 8 മാസത്തിന് മുകളിൽ ഒക്കെ ഉള്ള ഒരു കാലയളവുണ്ട്. അതിനാൽ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മഹാഗണപതിയെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഒക്കെ അഭിവൃദ്ധികരമാണ്. അതുപോലെ മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ശ്രേയസ്കരവുമാണ്. അതുപോലെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.